ഞാൻ സംബന്ധിച്ച് നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഐറ്റം ഇതാട്ടോ. ഇത് ഇച്ചിരി പ്രീമിയം റേഞ്ചുള്ള ഐറ്റം ആണ്. അതായത് പ്യോർ മൊഡാൾ സിൽക്കാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ. ദുപ്പട്ട പ്യോർ ക്രേപ്പിൻ്റെ ഫാബ്രിക്. ഇതെല്ലാം ഒറിജിനലാണ്. ഇതൊക്കെ മീറ്റർ റേറ്റ് തന്നെ നല്ല റേറ്റ് ആവുന്ന കേട്ടോ. അപ്പോൾ 4000 സംതിങ് റേഞ്ചുള്ള ഐറ്റം ആണ്. അപ്പോൾ പ്യോർ മൊഡാലൊക്കെ നോക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നതാണ്. എല്ലാവർക്കും ഞാൻ പറയുന്നില്ല അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു മോഡൽ തന്നെ വേണ്ടവർ ഇതിൽ നോക്കിയാൽ മതി. ഞാൻ ഈ ടൈപ്പിൻ്റെ തന്നെ റേറ്റ് കൂടിയും കുറഞ്ഞതെല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒറിജിനൽ ഐറ്റംസ് നോക്കുന്നവരാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ല ഐറ്റം ആട്ടോ. കാരണം 4000 സംതിങ് റേഞ്ച് ഉണ്ട്. ആ ഒരു മൊഡാലിൻ്റെ ഫീലൊക്കെ അത്ര സോഫ്റ്റാണ്. അപ്പോൾ ഇത് വരുമ്പോൾ മൊഡാലിൽ 2-3 രീതിയിൽ തന്നെ വരുന്നുണ്ട്. സെമി മൊഡാൽ തന്നെയാണെങ്കിലും കുറേ ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടിയ ഫാബ്രിക് ആട്ടോ ഇത് വന്നേക്കുന്നത്. അതായത് വൺ സൈഡ് കംപ്ലീറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മൊഡാലിൻ്റെ ത്രെഡ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. ചിലതിൽ ഒരു സൈഡിൽ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് മൊഡാൽ തന്നെ വെച്ച് ചെയ്തേക്കുന്ന ഐറ്റം. അപ്പോൾ ഇതിന് കൈക്കുള്ള സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കൈക്കുള്ളത് വരുന്നത്. അതെല്ലാം ആ സെയിം ഫാബ്രിക് തന്നെയാണ് വെച്ചേക്കുന്നത്. ബാക്ക് സൈഡിലെ പ്രിൻ്റ് ഇതുപോലെ വരും. ബ്ലൂ ആണ് ഫസ്റ്റ് കളർ കോമ്പിനേഷൻ. ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ത്രെഡ് വർക്കും ഒക്കെ പ്രീമിയം കളക്ഷനിൽ മാത്രമേ വരാറുള്ളൂ. ത്രെഡ് വർക്ക് നല്ല ലുക്കാട്ടോ ഇത് കാണാനായിട്ട്. പിന്നെ സെൻറ്ററിൽ കൂടെ കുഞ്ഞ് കട്ട് ബീഡ്സ് പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അത്ര കാണത്തില്ലായിരിക്കും, പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ടോ നമുക്ക് നേരിട്ട് കാണാൻ. തയ്ച്ചിട്ടാലും നല്ല ഗ്രാൻഡായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. പ്യോർ ക്രേപ്പിൻ്റെ ഫാബ്രിക്കാണ് ദുപ്പട്ട പോയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആ ഒരു ലുക്ക് എന്താണെന്ന് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ആ ഒരു ഒറിജിനൽ ഐറ്റം ആയതുകൊണ്ടാട്ടോ ഈ ഒരു പ്രൈസ് വരുന്നത്. ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ. നമ്പർ AF 178, റേറ്റ് 4360 ആണ്. 4360. അടുത്ത് വരുന്ന എല്ലാം പ്രിൻ്റ് വേറെ വേറെ ആട്ടോ. ആ ഒരു മെറ്റീരിയലാണ് സെയിം തന്നെ കൊടുത്തേക്കുന്നത്. പ്രിൻ്റ് എല്ലാം വേറെ വേറെ. ഇത് ബ്ലാക്ക് ബേസിലാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ കൺസെപ്റ്റ് കൊടുത്തേക്കുന്നത് പാകിസ്ഥാനിയാണ്. മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നതാണ് മൊഡാൾ സിൽക്ക്. അപ്പോൾ ഇതിന് കൈക്കുള്ള സെപ്പറേറ്റ് ആട്ടോ. ഇതാണ് കൈക്കുള്ള ഡിസൈൻ. അപ്പോൾ ഈ ഒരു താഴത്തോട്ട് വരുമ്പം വലിയ പ്രിൻ്റ് വരും. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വണ്ണമുള്ളവർക്കും തയ്ക്കാൻ പറ്റും. പിന്നെ ലെങ്ത് ഏകദേശം ഇങ്ങനെ നോക്കുമ്പോൾ 46 മിച്ചമായിരുന്നു. അപ്പം കാരണം അതിന് കട്ട് ചെയ്ത് പോകാനില്ല. ഓൾറെഡി അതിന് ബോർഡറും എല്ലാം കൊടുത്താട്ടോ ചെയ്തേക്കുന്നത്. ബോട്ടം പ്യോർ സാൻഡൂൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് പ്യോർ ക്രേപ്പിൻ്റെ ഫാബ്രിക്. നമ്പർ വരുന്നത് AF 180, റേറ്റ് സെയിം ആട്ടോ 4360. ഇതിൻ്റെ മൂന്നാമത്തെ ഐറ്റം വരുന്നത് ഇതും സെയിം ബ്ലൂ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് കാണിച്ച ബ്ലൂവിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാട്ടോ. അപ്പോൾ ഇതെല്ലാം ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തേക്കുന്ന പാകിസ്ഥാനി ഇത് തന്നെയാണ്. ഡിസൈൻ എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലെ കാണിച്ചു തരാവേ. നല്ല ലുക്കുള്ള ഐറ്റമാണ് ഇതല്ലേ. ബാക്ക് സൈഡിൽ ഇതുപോലെ ആ ഒരു പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതാ ഒരു റേറ്റ് കൂടിയത് വേണ്ടവരെ ഇതിൽ നോക്കിയാൽ മതി. ഈ ഒരു ഐറ്റം ഒക്കെ ഡ്രൈ വാഷ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. ഒറിജിനൽ ഐറ്റംസ് ആയതുകൊണ്ട് ഡ്രൈ വാഷ് ചെയ്യണം. ബോട്ടം ഇതാട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇതിന് നമ്പർ AF 179, റേറ്റ് 4360.